പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാ യംനഉകി അൻ തസ്മഈ മാ ഊസികി ബിഹി അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ ബഖവി, കാസർഗോഡ്, നൂർ മുബീൻ സെൽഫ് മാസ്റ്ററി കോഴ്സിൻ്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ, രാവിലെയും വൈകുന്നേരവും പറയാൻ വേണ്ടി പഠിപ്പിച്ച ദുആ, വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വസിയത്തായിട്ട് ഒരു ദുആ പറഞ്ഞു തരാം, അത് രാവിലെയും വൈകുന്നേരവും പറയാനുള്ളത്. അതിങ്ങനെയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അതാണ് ആ ദുആ. പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ, പ്രാർത്ഥന മുഅ്മിനിൻ്റെ ആയുധമാണ് ശരിക്കും. അതായത് പ്രതിബന്ധങ്ങളോട് പടവെട്ടാനുള്ള ആയുധം, വിഷമസന്ധികളെ മറികടക്കാനുള്ള ആയുധം. അതാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിരാശ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ആ രീതിയിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എന്നാൽ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ, അല്ലാഹുവിൽ നിന്നുള്ള സഹായം ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. അത് എങ്ങനെ നമ്മൾ ചോദിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മറുപടി, അതിൻ്റെ ജവാബ് നമ്മൾക്കുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പ്രത്യേകത, അർത്ഥം ഒക്കെ പറയുന്നുണ്ടാകും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥമാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ഇവിടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 ഇസ്മുകളാണ് നമ്മൾ വിളിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം. ഇത് ഇസ്മുൽ അഅ്ലം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, ഇസ്മുൽ അഅ്ലം ആണ് എന്ന്. ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുൽ അഅ്ലം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരവുണ്ടാകും. അത്രയും ഉറപ്പുള്ള വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട പേര് യാ ഹയ്യു യാ ഖയ്യൂം. അപ്പോൾ ഹയ്യ് എന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ആ രീതിയിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, ഹയ്യ് എന്ന് പറഞ്ഞാൽ അൽ ഹൈ അല്ലദീ ലഹുൽ ഹയാത്തുൽ കാമില അൽ അസലിയ അൽ അബദിയ അല്ലതീ ലാ നഖ്സ ഫീഹ. എന്നെന്നും പരിപൂർണമായിട്ടുള്ള ഹയാത്തുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനൊരു തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത രീതിയിൽ എന്നും ആ രീതിയിലുള്ള ഒരു പോരായ്മയും ഇല്ലാത്ത വളരെ പരിപൂർണമായിട്ടുള്ള ഹയാത്ത് എന്നുള്ള സിഫത്തുള്ളവൻ എന്നർത്ഥം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു അലാ കുല്ലി ഷൈഇൻ, എല്ലാം പരിപാലിക്കുന്നവൻ. അൽ മുദബ്ബിറു ലഹു, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. അല്ലദീ ലാ യഖൂമു ഷൈഉൻ ഇല്ലാ ബിഹി, അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ഒന്നും നിലനിന്ന് പോകുന്നില്ല. ഹുവല്ലദീ യുഖീമു സമാവാതിഹി വ അർളിഹി വ ഖൽഖിഹി, സൃഷ്ടികളുടെ കാര്യം, ആകാശഭൂമികളുടെ കാര്യം എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഇസ്മ, ആ അർത്ഥം ഉൾക്കൊള്ളുന്ന ഇസ്മ, അത് വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഇതിനെ 3 ഭാഗമായിട്ട് നമ്മൾക്ക് തിരിക്കാം. ഒന്ന്, ബിറഹ്മതിക അസ്തഗീസ് എന്ന് ദുആ ചെയ്യുന്നു. ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറഞ്ഞാൽ
റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സ് തട്ടി പറയുക. അപ്പം അത് വളരെയധികം പ്രതിഫലനം ഉണ്ടാക്കും നമ്മളുടെ വിശ്വാസത്തിൽ, അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടലിൽ, അവനോട് അടുക്കുന്നതിൽ ഒക്കെ ഈ ദുആ വളരെയധികം വളരെയധികം റോൾ വഹിക്കും എന്നുള്ളത് സത്യമാണ്. ബിറഹ്മത്തിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. ഗൗസ് എന്ന് പറഞ്ഞാൽ എല്ലാ നെറികേടുകളിൽ നിന്നും ഉള്ള വിടുതി, എല്ലാ സഹായവും, എല്ലാ രക്ഷപ്പെടലും എല്ലാം അതിൽ പെട്ട്. കേവലം ഒരു സഹായം എന്നുള്ളതിനപ്പുറം ഇത് വളരെയധികം വൈഡായിട്ടുള്ള വ്യാപ്തിയുള്ള മീനിങ് ഉൾക്കൊള്ളുന്ന വേർഡാണ് ഗൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറഹ്മത്തിക അസ്തഗീസ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അസ്ലിഹ് ലീ ശഅനി കുല്ല, എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരണം. ഇത് കുറച്ച് ക്ഷമയോടുകൂടെ കേൾക്കേണ്ടതാണ്. കാരണം നമ്മൾ ദീനി ഇൽമ് പഠിക്കുമ്പോൾ ഒരു ധൃതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം നമ്മൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ദുആ ആണ്. അതും രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ച ദുആ ആണ്. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലപ്പോഴും വിഷമസന്ധികളിലൊക്കെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നു പറഞ്ഞതായിട്ട്, ദുആ ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദുആ ആണ്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് മനസ്സിലാക്കാനിരിക്കുന്ന സമയവും കൂലി കിട്ടുന്ന സമയമാണ്, അത് ഇൽമിനെ പഠിക്കാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ അതിനെ മനസ്സിലാക്കണം. ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗം എന്നതിനപ്പുറം നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാനും, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അള്ളാഹുവിനോടത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അത് ദീൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുവഴി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. ഒരുപാട് ക്ലാസ്സുകളും അതും ഇതുമൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന രീതിയിൽ, അള്ളാഹുവിനോടുള്ള തവക്കുൽ തെറ്റിപ്പോകുന്ന രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ വന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുആകളൊക്കെ തീർച്ചയായിട്ടും നമ്മെ അള്ളാഹുവിനോട് അടുപ്പിച്ചു നിർത്തും. തവക്കുൽ എന്ന് പറയുന്നത് അത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് വിശ്വാസവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അത് കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും നമ്മളുടെ അടുത്ത് നിന്ന് പാടില്ല. തീർച്ചയായിട്ടും നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റർ, നമ്മളുടെ സൃഷ്ടാവിനോട് അടുപ്പം കാണിക്കുക, അവനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ഒരു മോട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷം, ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിനോട് എങ്ങനെ അടുക്കാം, സൃഷ്ടാവിനോട് എങ്ങനെ അടുക്കാം, മുഖറബ്, അവൻ്റെ മുഖറബീങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഔലിയാക്കളെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമീപസ്ഥരാണ്, അവനോട് കൂടുതൽ അടുപ്പം വെച്ച് പുലർത്തിയവരാണ് ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പോൾ അത്തരം ഔലിയാക്കളുടെയും അവൻ്റെ മുഖറബീങ്ങളായ ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്കും അതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല ആളുകൾ. നമുക്കും അതുപോലെ അള്ളാഹുവിനോട് എടുക്കണം, നമ്മളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് സമർപ്പിക്കണം, അള്ളാഹു അത് നിവർത്തിച്ചു തരും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. അതല്ലേ മുഅ്മിൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സൃഷ്ടാവിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് വളരെയധികം രൂഢമൂലമാവണം, ദൃഢമാവണം. അതിനുവേണ്ടി ഇത്തരം ദുആകളൊക്കെ നമ്മൾക്ക് കാരണമാവണം. അപ്പോൾ ഈ പാർട്ടിൽ പറയുന്ന കാര്യം നോക്കൂ, അസ്ലിഹ് ലീ ശഅനി കുല്ല, എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണം തമ്പുരാനെ. അപ്പോൾ നോക്ക്, അസ്ലിഹ് ലീ, അസ്ലിഹ് സ്വലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക. അപ്പോൾ എനിക്ക് നന്നാക്കി തരണം. ഇനി എൻ്റെ കാര്യം, കുല്ലഹു എല്ലാ കാര്യവും. അപ്പോൾ അതിൽ പെടാത്തതായിട്ട് എന്താ ഉള്ളത് നിങ്ങൾ നോക്ക്. അപ്പോൾ അതിലൊരു ഷുമൂലിയത്തുണ്ട്, അതിൽ ഒരു എന്താ പറയുക, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു വേർഡാണത്. അപ്പം അതുകൊണ്ട് അതിൽ ദീന് പെട്ടു, ദുനിയാവ് പെട്ടു, ആരോഗ്യം പെട്ടു, കല്യാണം ശരിയാകാത്തവരുണ്ടെങ്കിൽ കല്യാണം അവർക്ക് അത് അപ്പോൾ വിചാരിക്കാം. അതേപോലെ റിസ്ക്, ഇൽമ്, കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ, നിൻ്റെ രഹസ്യം, പരസ്യം, അതേപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള എല്ലാം അതിൽ പെടാത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഒരു ആമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും
ഉൾക്കൊള്ളുന്ന ഒരു ദുആ തന്നെയാണ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ തമ്പുരാനെ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അവൻ ചെയ്യുന്നത് അവൻ്റെ എല്ലാ കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്, അടിമുടി. അപ്പോൾ അതിൽ വലിയ ഒരു തവക്കുലിൻ്റെ മാനയും അതിലുണ്ട്. തവക്കുലിൻ്റെ മാനയുണ്ട്. എല്ലാ കാര്യവും അള്ളാഹുവിന് നീ നന്നാക്കി തരണം തമ്പുരാന്. കാരണം സൃഷ്ടാവിനാണ് സൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഫോം തന്നെയാണ് പ്രാർത്ഥന. അപ്പം അതിൻ്റെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള വേർഡ്സാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ എമ്പാടും അത് പ്രയോഗിക്കാനും മനസ്സ് വളരെ ഐശ്വര്യമായി കാത്തു സൂക്ഷിക്കാനും തയ്യാറാവണം. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട്, ദുആന്റെ മൂന്നാമത്തെ പാർട്ട് വലാ തക്കിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ എന്നുള്ളതാണ്. അപ്പോൾ വലാ തക്കിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ എന്നാണ് മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത്, ദുആ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം റബ്ബേ വലാ തക്കിൽനി ഇലാ നഫ്സി, എന്നെ നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കല്ല. ത്വറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും. ത്വറഫത ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന സമയം, ഏറ്റവും സൂക്ഷ്മമായ ഒരു നിമിഷാർദ്ധം പോലും എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കല്ലേ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം നീ നോക്കിക്കോ എന്നുള്ള രീതിയിൽ എന്നോട് സമീപനം വേണ്ട തമ്പുരാനെ എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ അങ്ങനെ കാണിച്ചേക്കല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എല്ലാം നീ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ നഫ്സിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. അപ്പം നഫ്സ് നിങ്ങൾക്കറിയാം അമ്മാറത്തും ബിസു, തെറ്റായ വഴിയിലേക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇയാൾ തെറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുത്, നീ അത് മാനേജ് ചെയ്യണം എന്ന് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇത്തരം ദുആകൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും, മനസ്സിന് ഒരുപാട് ശാന്തിയും സമാധാനവുമാകും, ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെയും വൈകുന്നേരവും, സബാഹ് മസാ, രാവിലെയും വൈകുന്നേരവും നമ്മൾ നിത്യമായി ചെല്ലുന്ന ഔറാദുകളുടെ കൂട്ടത്തിൽ, പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഇനി മുതൽ ഈ ദുആവും ഉണ്ടാവണം. ഇത് സംബന്ധിയായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് പറഞ്ഞ അർത്ഥമോ വ്യാഖ്യാനമോ വിശദീകരണമോ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു മാസം ഈ ദുആ പതിവാക്കി നോക്കുക, അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ള ആളുകൾക്കും അവരെ നേരായ വഴിയിലേക്ക് നടത്താൻ അത് കാരണമാകും. അതേപോലെ തന്നെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കണം. അത് നമ്മളുടെ ജീവിതത്തിലുള്ള വലിയ വിജയത്തിൻ്റെ വഴിയിലേക്കുള്ള ഒരു തീരുമാനമാകും. എല്ലാവരും വീഡിയോക്ക് താഴെ ഇൻഷാ അള്ളാഹ് എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഈ ദുആ ശരിക്കും എല്ലാവരും മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥമടക്കം, എന്നിട്ട് നന്നായിട്ട് എല്ലാ ദുആയിലും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ദുആ പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലെ നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയും നമ്മളെ ഈമാൻ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. അപ്പം നമ്മൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണോ, നമ്മളുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മളുടെ ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി എല്ലാം നമ്മൾ നല്ലോണം ദുആ ചെയ്യണം. കാരണം ദുആ എന്ന് പറയുന്നത് ശരിക്കും ഇബാദത്തിൻ്റെ വലിയൊരു ഫോമാണ്. ദുആഇന് ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ഇതിനെപ്പറ്റി ആളുകൾ വേണ്ടങ്ങനെ ബോധവാന്മാരാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ ദുആരക്കുന്നത് വളരെ കുറഞ്ഞു പോവുകയാണ്. മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നതൊക്കെ കൊള്ളാം, ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളും ദുആ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. കാരണം അത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളും ചെയ്യണമെന്ന് മനസ്സിലാവുമല്ലോ. ഒരുപാട് ഖുർആൻ ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ, ഒരുപാട് പണ്ഡിത വചനങ്ങൾ ഒക്കെ ഈ വിഷയകമായിട്ടുണ്ട്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖമാണ് ദുആ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. സ്വാലിഹ്യങ്ങളെ കണ്ടാൽ ദുആരക്കണം എന്നൊക്കെ പറയുന്നത് നല്ല ഒരു ഹാബിറ്റാണ്, നല്ല പ്രാക്ടീസാണ്. പക്ഷെ അതേ അവസരത്തിൽ നമ്മളും ദുആ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ദുആ എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. അപ്പോൾ നമ്മൾ ചെയ്യണമല്ലോ. ഒരുപാട് ഖുർആൻ ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ,
ഒരുപാട് പണ്ഡിത വ്യാഖ്യാനങ്ങൾ, വചനങ്ങൾ ഒക്കെ വിഷയകമായി വന്നിട്ടുണ്ട്. ഖുർആൻ സൂറത്തുൽ ബഖറ 186 ആയത്തിൽ ഇങ്ങനെ പറയുന്നു: വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്ന് പറയുന്നു. നബിയെ, തങ്ങളോട് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരോട് അടുത്ത് നിൽക്കുന്നയാളാണ്. അവരെന്നോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ദുആഇന് ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ അവരെന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അവർ അതുവഴി നേർവഴി പ്രാപിക്കാൻ വേണ്ടി തന്നെയാണിത് എന്ന്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനൽ തുടങ്ങിയത് മുതൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും അവർക്ക് എല്ലാവിധ സമാധാനവും ഐശ്വര്യവും സമ്പത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ നേരാംവണ്ണം അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും അള്ളാഹു പെടുത്തുമാറാവട്ടെ. കൂടുതൽ ആളുകളിലേക്ക് നന്മയുടെ ഈ സന്ദേശം കൈമാറുന്നതിന് വേണ്ടി പരമാവധി കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഇത്തരം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ, സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.